ഓച്ചിറ മദർ തെരേസ പാലിയേറ്റീവ് കെയർ ഓണാഘോഷം സംഘടിപ്പിച്ചു. കിടപ്പ് രോഗികൾക്കുള്ള പ്രതിമാസ പോഷകാഹാര വിതരണവും നടത്തി. ആദരവും സംഘടിപ്പിച്ചു. ഓച്ചിറ മദർ തെരേസ പാലിയേറ്റീവ് കെയറിന്റെ നേതൃത്വത്തിലാണ് ഓണാഘോഷം സംഘടിപ്പിച്ചത്. കിടപ്പ് രോഗികൾക്ക് പ്രതിമാസ പോഷക ആഹാര വിതരണവും ഇതോടനുബന്ധിച്ച് നടത്തി. മിമിക്സ് താരം ജോസഫ് വിൽസൺ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു. തലമുറയിൽപ്പെട്ട 50-60 വയസ്സൊക്കെ ആകുന്ന എനിക്കും എൻ്റെ മുൻഗാമികൾക്കുമൊക്കെ തോന്നുന്ന ഒരു കാലമാണ്. മീഡിയ നോക്കിയാലും പത്രങ്ങൾ നോക്കിയാലും നമ്മൾ എന്തിനു വേണ്ടി കഷ്ടപ്പെട്ടുവോ, എന്തൊക്കെ നമ്മൾ നേടിയോ, അതെല്ലാം വിവിധ കാരണങ്ങളാൽ നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ആപ്തവാക്യങ്ങളുടെ മനഃപൂർവമോ അല്ലാതെയോ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നാശങ്ങളാണ്. മാതാപിതാ ഗുരു ദൈവം എന്ന വാക്ക് കുറ്റം പറഞ്ഞതിൻ്റെ പേരിൽ സ്കൂൾ ടീച്ചറിനെ 12-14 വയസ്സുള്ള വിദ്യാർത്ഥികൾ ചെന്ന് വീട്ടിൽ കയറി കുത്തിക്കൊലപ്പെടുത്തുക, അധ്യാപകനെയും അമ്മമാരെയും പിതാക്കന്മാരെയൊക്കെ തല്ലിച്ചതയ്ക്കുക. എന്തൊരു ലോകമാണിത്. അമ്മൂമ്മമാർ പണ്ട് പറയുന്നത് കേട്ടിട്ടുണ്ട്, കലികാലം ശിവശിവ എന്ന്, വിനാശകാലെ വിപരീത ബുദ്ധി എന്നൊക്കെ. പതിരില്ലാ പഴഞ്ചൊല്ലുകൾ ആർക്കും വേണ്ടാതെ വാക്കുകൾ പൂക്കുന്നു എന്ന പുസ്തകം, എന്ന സീരിയലുകൾ ഏഷ്യാനെറ്റിൽ വായനയെക്കുറിച്ച് എഴുതുമ്പോഴും നമ്മുടെ ഷെൽഫുകളിലും നമ്മുടെ വായനശാലകളിലും വാക്കുകൾ, പുസ്തകങ്ങൾ പൂക്കുകയാണ്. പൂത്ത് നിറയെ ഫംഗസും മറ്റ് കീടങ്ങളും ഒക്കെ പെരുകി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പുസ്തകങ്ങളില്ലാത്ത വീട്, പൂക്കളില്ലാത്ത ആരാമം പോലെ എന്ന് മഹാന്മാരൊക്കെ പറഞ്ഞിട്ട് പോയിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. അതെല്ലാം മറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പാലിയേറ്റീവ് ചെയർമാൻ PV സത്യദേവൻ അധ്യക്ഷത വഹിച്ചു. നമുക്കറിയാം, 10 വർഷമാകുന്നു ഈ പാലിയേറ്റീവ് കെയർ രൂപീകൃതമായത്. എന്തായാലും ഇതിൻ്റെ പരിപാടിയിൽ കഴിഞ്ഞ വർഷം വരെ ഞങ്ങൾ കണ്ടിരുന്നത് ഓണാഘോഷ പരിപാടികളോടനുബന്ധിച്ച് ബെഡ് സ്കൂളിലെ കുട്ടികൾക്ക് ഉള്ള ഭക്ഷണവും വസ്ത്രവും എല്ലാം കൊടുക്കുന്ന ഒരു ചടങ്ങ് ഉണ്ടായിരുന്നു. 100 കണക്കിന് പാവപ്പെട്ട മനുഷ്യർക്ക് ഭക്ഷണ കിറ്റ് വിതരണം ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതെല്ലാം ഞങ്ങൾ വേറൊരു തലത്തിലേക്ക് മാറ്റി. അതാണ് വ്യത്യസ്തമായ ഒരു തലം. ആ വ്യത്യസ്തമായ തലം ഞങ്ങൾ കാണുന്നത് വേറെ ഒന്നുമല്ല, മനുഷ്യൻ മനസ്സ് ഞങ്ങളുടെ വ്യത്യസ്തതയുണ്ട്. ഇവിടെ ഏറ്റവും ദാരിദ്ര്യം അനുഭവിക്കുന്ന കിടപ്പ് രോഗികളായിട്ടുള്ള കുറേയേറെ മനുഷ്യരുണ്ട്. 380ഓളം പേഷ്യൻറ്റിനാണ് ഞങ്ങൾ അവരുടെ അരികിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ കുറേ പേർ കിടപ്പ് രോഗികളാണ്. യാതൊരു പ്രയാസം നോക്കാനില്ലാത്തവർ, കാണാനില്ലാത്തവർ. അവർക്കൊരു സ്ഥിരമായ സംവിധാനം ഒരുക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അവർക്ക് പോഷകാഹാരത്തിനൊരു കുറവുണ്ടാകാൻ പാടില്ല. അവർക്ക് പോഷകാഹാരം എല്ലാ മാസവും കൃത്യമായി അവരുടെ കൈകളിൽ എത്തണം. അവർക്ക് മേടിക്കാനെന്ന് പ്രതി കാണത്തില്ല, കൃത്യമായി എത്തണം. ആ ഒരു പോഷകാഹാര പദ്ധതിയാണ് ഈ പുനർജനിയിലൂടെ ഞങ്ങൾ ഇന്ന് പ്രഖ്യാപിക്കുന്നത്. ആ പോഷകാഹാര പദ്ധതി ജനറൽ സെക്രട്ടറി സ്നേഹ സന്തോഷ് സ്വാഗതം പറഞ്ഞു. പ്രതിമാസ പോഷകാഹാര പദ്ധതിയുടെ ഉദ്ഘാടനം ഡോക്ടർ R മിനിമോൾ, ഡോക്ടർ നാരായണക്കുറുപ്പ്. പ്രതിമാസ പോഷകാഹാര പദ്ധതിയുടെ ഉദ്ഘാടനവും നടന്നു. ഡോക്ടർ R മിനിമോൾ, ഡോക്ടർ നാരായണക്കുറുപ്പ്, ഡോക്ടർ ശ്രീജിത്ത് സുരൻ എന്നിവരെ ആദരിച്ചു. ഒരുമ ദുബായിയുടെ സഹായം രതീഷ് ഉണ്ണി കൈമാറി. ഡോക്ടർ മീനാക്ഷി, ഡോക്ടർ രമ്യ, ഡോക്ടർ ഷെർമി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കബീർ എൻ സൈൻ, പഞ്ചായത്ത് അംഗങ്ങളായ ശ്രീദേവി, സന്തോഷ് തണൽ, ബിനു ജി, അശോകൻ കൃഷ്ണപ്രിയ, K സുഭാഷ്, അഡ്വക്കേറ്റ് P ശിവപ്രസാദ, സുരേഷ് നാറാണത്ത്, ബാബു കൊപ്പാറ, N സുഭാഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ജോസഫ് വിൽസന്റെ നേതൃത്വത്തിൽ ചിരിത്തണലിൽ എന്ന പരിപാടിയും അവതരിപ്പിച്ചു.
അമ്മയുടെ പാല് കിട്ടാത്ത മനുഷ്യർ മാത്രമല്ല, കുഞ്ഞുങ്ങളും പട്ടിക്കുഞ്ഞുങ്ങളും കരയാറുണ്ട്. ഈ ചുണ്ട് കൊണ്ട് ഈ ശബ്ദം കൊണ്ട് ഒരു സിബിടുന്ന സൗണ്ട് വരില്ല, ബാഗിന്റെ ശബ്ദം, ഒരു വയറിന്റെ ശബ്ദം കേൾക്കാം, ഒരുപാട് ശബ്ദങ്ങൾ ഈ ചുണ്ട് കൊണ്ട് കേൾപ്പിക്കാൻ പറ്റും. ഒരു ബലൂൺ പൊട്ടിപ്പോയാൽ അത് പടക്കത്തിന്റെ ശബ്ദം കേൾപ്പിക്കാൻ പറ്റും. ഈ ചുണ്ടും കൊണ്ടുണ്ടാക്കുന്ന ശബ്ദങ്ങളാണിത്. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ.